വീര സവർക്കറുടെ ചോദ്യം ഉൾപ്പെടുത്തിയ അധ്യാപകന്റെ സസ്പെൻഷൻ നടപടികൾ സ്റ്റേ ചെയ്യുന്ന കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന്. ജസ്റ്റിസ് വിജു എബ്രഹാമിന്റെ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പറയുക. ചോദ്യപേപ്പർ AEOയ്ക്ക് ഓഗസ്റ്റ് മാസം തന്നെ അയച്ചു കൊടുത്തതിന്റെ തെളിവായി ഇമെയിൽ സ്ക്രീൻഷോട്ട് അടക്കം അധ്യാപകൻ ഹൈക്കോടതിയെ സമർപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കർണാകരൻ ചേരുകയാണ്. ജിജീഷ്, നമുക്കറിയാം വീര സവർക്കറെ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഈ നടപടി കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ്. AEOയ്ക്ക് തന്നെ മുൻകൂട്ടി ഈ ചോദ്യം നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ AEOയും ഇത്തരം ശിക്ഷാ നടപടികൾക്ക് വിധേയനാകേണ്ടതല്ലേ എന്ന് ഹൈക്കോടതി ഇന്നലെ ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാർ ഉരുണ്ട് കളിക്കുന്ന സമീപനമാണ് നമ്മൾ കണ്ടത്. എന്താണ് ഈ കേസിൻ്റെ തുടർ നടപടികൾ, എങ്ങനെയായിരിക്കും ജിജീഷ്? വിനോദ്, ആ ഒരു പ്രസക്തമായ ചോദ്യം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതായത് അധ്യാപകൻ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റാരും അറിയാതെ, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ അറിയാതെ നടത്തിയ ഒരു ചോദ്യപേപ്പർ കുട്ടികൾക്ക് പരീക്ഷ എഴുതുകയായിരുന്നില്ല. എല്ലാവരുടെയും അറിവോടുകൂടിയാണ് അദ്ദേഹം, പ്രത്യേകിച്ച് AEOയെ ഇക്കാര്യങ്ങൾ ചോദ്യപേപ്പർ അയച്ചു നൽകിയിരുന്നു. അതും ഇമെയിലായി തന്നെ അത് അയച്ചു നൽകി. അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അധ്യാപകൻ നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കോടതി കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ, ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ആ ചോദ്യം ഉയർത്തിയത്. അങ്ങനെയെങ്കിൽ AEOയ്ക്കെതിരെ എന്ത് നടപടി എടുത്തു എന്ന ചോദ്യമാണ് ഉയർത്തിയത്. അതിന് സർക്കാർ നൽകിയ മറുപടി എന്ന് പറയുന്നത് ഇത് ഒരു അച്ചടക്ക നടപടിയല്ല എന്ന കാര്യം തന്നെയാണ്. ശിക്ഷാ നടപടിയല്ല, പകരം അത് അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് എന്നെല്ലാം പറഞ്ഞ ഒരു മുടന്തൻ വാദങ്ങളാണ് സർക്കാർ അവിടെ ഉയർത്തുന്നത്. എന്നാൽ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു വസ്തുതയാണ് താൻ ചോദ്യപേപ്പറിൽ ഉയർത്തിയത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏറ്റവും അധികം കാലം ജയിലറുകൾക്കുള്ളിൽ കഴിയേണ്ടി വന്നത് വീർ സവർക്കർ തന്നെയായിരുന്നു. അദ്ദേഹത്തോളം ജയിൽവാസം അനുഭവിച്ച, ത്യാഗങ്ങൾ അനുഭവിച്ച മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനി അത് ചരിത്രത്തിൽ തന്നെ ഇല്ല. അത്രയധികം വർഷം വീർ സവർക്കർ ജയിലഴിക്കുള്ളിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം താൻ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ചത്. അത് ചരിത്രപരമായ ഒരു ചോദ്യമാണ്, ചരിത്ര സത്യപരമുള്ള ഒരു ചോദ്യമാണ്. മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ രേഖകളിൽ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും ആ ഒരു ചോദ്യത്തിന് ഉത്തരം വീർ സവർക്കർ എന്നല്ലാതെ മറ്റാരുമല്ല എന്ന്. അത് ആ ഒരു ചോദ്യം ചോദിച്ചു എന്നതിൻ്റെ പേരിലാണ് തനിക്കെതിരെ അച്ചടക്ക നടപടി എടുത്തത്. അത് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലാണ്, ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്ന കാര്യമാണ് അധ്യാപകൻ മുന്നോട്ട് വെച്ചത്. അത് ശരിവെക്കുന്നത് തന്നെയായിരുന്നു പിന്നീട് വിവിധ കക്ഷികൾ, മുസ്ലിം ലീഗ് അടക്കം, കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ, CPM അടക്കമുള്ളവരെല്ലാം തന്നെ ഒരു ശബ്ദത്തിൽ അധ്യാപകനെതിരെ രംഗത്ത് വരുന്നു. ആ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ച ആളുകൾ അവർ കൃത്യമായി തന്നെ അധ്യാപകനെതിരെ നിരന്തരമായ ഒരു പോരാട്ടത്തിന്റെ മാർഗം സ്വീകരിക്കുന്നതെല്ലാം തന്നെ കണ്ടു. അതുകൊണ്ട് തന്നെ കോടതി ഇന്ന് എന്തായിരിക്കും അന്തിമ വിധി പറയുക? തന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ ഈ ആവശ്യം രണ്ട് വാദങ്ങളും വിശദമായി പരിഗണിച്ച ശേഷമാണ്, ഒന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെയും സർക്കാരിന്റെയും വാദങ്ങൾ, ഒപ്പം അധ്യാപകൻ മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം പരിഗണിച്ച് അന്തിമ വിധി പറയുമ്പോൾ അതെന്തായിരിക്കുമെന്നത് ഏറ്റവും പ്രധാനവുമാണ്. വിനോദ്.